എല്ലാവർക്കും തോട്ടുങ്ങൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു യാത്രയാണ്. അതായത് നമ്മുടെ RCJSA കുടുംബാംഗങ്ങളോടുകൂടി ഒരു യാത്ര. അത് നമ്മുടെ ഭൂതത്താൻകെട്ട് അണക്കെട്ടുണ്ട്, പിന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം, പിന്നെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഏതാണ്ട് 7 മണിക്കോടുകൂടി യാത്ര തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ യാത്രയൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പം യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് RCJSAയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് മിസ്റ്റർ രാജേഷ് 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പം രാജേഷിൻ്റെ വാക്കുകളോട് നമുക്ക് കേട്ടുവരാം. ഞാൻ RCJSAയിലെ രാജേഷ്. നമ്മുടെ വിനോദയാത്ര ഇന്ന് ഭൂതത്താൻകെട്ടിലേക്കായിരുന്നു. ഭൂതത്താൻകെട്ടും തട്ടേക്കാടും പക്ഷി സങ്കേതവും അതുപോലെ തന്നെ പെരിയാറിന് കുറുകെയുള്ളൊരു വലിയ തൂക്കുപാലം കണ്ടു. അത് നമ്മളെ വളരെയേറെ വിസ്മയിപ്പിക്കുന്നതാണ്. അതിനെല്ലാം ഉപരിയായി ടൂർ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ച മുഴുവൻ RCJSA മെമ്പർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതിലൊക്കെ ഉപരിയായി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ള, 2026 മാർച്ച് മാസം 19-ാം തീയതി നമ്മൾ ഇൻ്റർനാഷണൽ ടൂർ പോകുന്നുണ്ട്. അത് മലേഷ്യയിലാണ്. 19 തൊട്ട് 24-ാം തീയതി രാവിലെ തിരിച്ചെത്തുന്ന ആ വിനോദയാത്രയ്ക്ക് ഇപ്പോൾ തന്നെ 34 പേരായി. പ്ലെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോഴേ ഇത്രയും പേര് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അപ്പോൾ RCJSAയുടെ വളർച്ചയും RCJSAയിലുള്ള ആത്മാർത്ഥതയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയാണ് വിളിച്ചോതുന്നത്. അതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അതുകൂടാതെ RCJSAയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായ ശ്രീ ഹരീന്ദ്രൻ അവരുടെ സഹോദരൻ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലിയുള്ള സജീവ് കുമാർ ഇത്തവണയും നമ്മുടെ വിനോദ സാംസ്കാരിക യാത്രയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ യാത്രയും പ്രദേശങ്ങളും കാണേണ്ട യാത്രയിലെ സർവ്വവിധ സ്ഥലങ്ങളും പ്രദേശങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതിലുപരി ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തിപ്പെട്ട മുഴുവൻ RCJSA മെമ്പർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒരു വീഡിയോയിലൂടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. അതിനുമുമ്പേ ഈ സംരംഭം ചിത്രീകരിച്ച ഹരീന്ദ്രൻ്റെ സഹോദരനെ ഞാൻ അഭിനന്ദിക്കുന്നു RCJSAയുടെ നാമധേയത്തിൽ. കൂടാതെ നമുക്ക് ഹരീന്ദ്രൻ സഹോദരൻ സജീവ് കുമാർ ചിത്രീകരിച്ചിരിക്കുന്ന നമ്മളൊക്കെ എല്ലാം ഉൾപ്പെട്ട ആ വീഡിയോയിലേക്കൊന്ന് പോകാം. അതിന് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. RCJSA കുടുംബാംഗങ്ങളും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനുപരി നമ്മുടെ യാത്ര ഇനി 1-2 പേരുടെ വഴികളൊക്കെ യാത്രാപഥയെ കയറാനുള്ളൂ. ബാക്കി എല്ലാവരും 99% ആൾക്കാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഭൂതത്താൻ്റെ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതിനുമുമ്പ് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് കാഞ്ഞിരപ്പള്ളി യൂണിറ്റിൻ്റെ മേഖലാ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ KM സലീം അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കാഞ്ഞിരപ്പള്ളി മേഖലാ പ്രസിഡന്റ് ശ്രീ KM സലീം അവരെ ഈശ്വര പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കാം. അതിനു മുമ്പ് ഈ ഗ്ലാസ് എല്ലാവരും അടയ്ക്കുവാണ്, നമുക്ക് AC ഓൺ ചെയ്യാമായിരുന്നു. ഗ്ലാസ് എല്ലാം അടിച്ചില്ലെങ്കിൽ അതിന് പ്രയോജനം കിട്ടുന്നവരും. ഓക്കെ, മോഹന സാറില്ലാത്തോണ്ട് സാറ്, അല്ല മറ്റേ അന്നമ്മ സാറില്ലാത്തോണ്ട് സാറ് AC കേസോ ഇനി നമുക്ക് പൂത്താട്ടോടാം. ചീരപ്പൂവുകൾ ഉമ്മ കൊടുക്കണം നീലക്കുരുവികളെ Ooh.
ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാറ കണ്ണറിയാതെ ചിങ്ങിക്കരയണ കാണാപ്പൂവിന്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ തെക്കേ മുറ്റത്തെ മുത്തങ്ങാപ്പുല്ലിൽ മുട്ടിയുരുമ്മിയുരുമ്മിയിരിക്കണം പച്ചക്കുതിരകളെ തെക്കേ മുറ്റത്തെ മുത്തങ്ങാപ്പുല്ലിൽ മുട്ടിയുരുമ്മിയുരുമ്മിയിരിക്കണം പച്ചക്കുതിരകളെ വെറ്റില നാമ്പു മുറിക്കാനോ കസ്തൂരി ചുണ്ണാമ്പു തേക്കാനോ കൊച്ചരിപ്പല്ലു മുറുക്കി ചുവക്കുമ്പോൾ മുത്തശ്ശിയമ്മയെ കാണാനാ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ മേലേ വാര്യത്തെ പൂവാലിപ്പയ്യ നക്കിത്തുടച്ചു മിനുക്കിയൊരു കളക്കുട്ടിക്കുറുമ്പുകാരി മേലേ വാര്യത്തെ പൂവാലിപ്പയ്യ നക്കിത്തുടച്ചു മിനുക്കിയൊരു കളക്കുട്ടിക്കുറുമ്പുകാരി കിങ്ങിണി മാലകിലുങ്ങാനോ കിന്നരി പുല്ലു കളിക്കാനോ തൂവെള്ളിക്കിണ്ടിയിൽ പാലു പതയുമ്പോൾ തുള്ളിക്കളിച്ചു നടത്താനാ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാറ കണ്ണറിയാതെ ചിങ്ങിക്കരയണ കാണാപ്പൂവിന്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈ രാവിൽ നീ കൂടെ വാ കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈ എല്ലാവരും
അടിക്കുവാ ഞങ്ങളെ വടിയൊക്കെ വണ്ടിക്ക് 100 രൂപ എന്താണ് ശരിക്കും കാലത്ത് പൂർത്തങ്ങോട്ടാണ് ബോധം കിട്ടാൻ ആളെ പറഞ്ഞു ലിസ്റ്റ് പറയും പോകുന്നത് പറ്റിയ പറയും രണ്ടും പറഞ്ഞു നെറ്റുള്ള പറയാൻ പറയും വാ എല്ലാവരും കയറി വാ പറഞ്ഞുതരാം ഞാൻ വേണ്ടി വന്നേക്കാം പറഞ്ഞു നിങ്ങളുടെ തല്ല സംസാരിക്കുന്നതോട് അടി വടിയായി പോകുന്നതാണ് ഇഷ്ടം പോലെ ആനയാണ് കംപ്ലീറ്റ് തിക്ക് ഫോറസ്റ്റാണ് വീഗലാൻഡല്ല ഇവിടെ തിക്ക് ഫോറസ്റ്റാണ് എന്നോ ഈ ഓർഡർ പറഞ്ഞു എന്നെ നോക്കി ആന വരും പറയുമ്പോഴല്ല ആനയ്ക്ക് ഇഷ്ടം പോലെ കാടാന്ന് പറഞ്ഞില്ല ഒന്നും വരാൻ പറഞ്ഞല്ല കടുവയുണ്ട് സിംഹം ഇല്ലാന്ന് ബാക്കിയല്ല അവിടെ ഉണ്ട് കടുവയുണ്ട് പുലിയുണ്ട് കടുവ എല്ലാം ഉള്ളതാണ് അതൊന്നും വരില്ല അവര് കൂടുതലല്ലോ കടുവയും പിന്നെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഒന്നും വരാൻ പറഞ്ഞത് രാത്രി കാലം അല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ പറഞ്ഞത് വീഗലാൻഡ് എന്ന് പറയാൻ പറ്റില്ല ഉള്ള കാര്യം പറഞ്ഞു വരാൻ പറഞ്ഞതല്ല അത് അന്ന് ആലോചിക്കാൻ പറ്റിയത് ഇവിടെ ആലോചിക്കും നമ്മുടെ കാട്ടിക്കര മൃഗങ്ങൾ ഇവിടെ ആരും കേട്ടിടുവോ ഇതിനുണ്ട് ഇവിടെ ആരും കേട്ടിടുവോടെ ഇല്ല അപ്പൊ ഉണ്ടോ നോക്കി വാച്ച്മാർക്ക് ഉള്ളിലൊക്കെ ഉണ്ട് അങ്ങനൊന്നും ഇല്ല അതൊക്കെ ഉണ്ടെങ്കിൽ അറിയിപ്പ് നമുക്കൊക്കെ അറിയിപ്പോലും അങ്ങനെ സംഭവം ഇവിടെ ഇല്ല നിങ്ങളെ എന്നെ ശ്രദ്ധിച്ചാൽ പേടിക്കും ഇവിടെ കാടറയും പറഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മളൊരു കാട്ടിൽ നമ്മൾ കാണാൻ പോണ പഴയ ഭൂത്താണ്ട് ഭഗവാൻ ശിവന്റെ ഭൂതം കിട്ടാൻ പോണ ഭൂത്താണെന്നാണ് കഥ പറഞ്ഞത് അത് കഥയാണ് ചരിത്രം വരെ കഥ പറയും നോക്കിക്കോ ഈ വനം മൊത്തം നമുക്ക് 56,000 ഹെക്ടറാണ് നമുക്കറിയാം ഒരു ഹെക്ടർ 2.5 ഏക്കറാണ് ഇവിടുന്ന് 16 കിലോമീറ്റർ അപ്പുറം എലമലയാറ് പൗറോസ് ഡാം ഇടുക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ പൗറസാണ് കേട്ടല്ലേ മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ള അദ്ദേഹം ഉണ്ടാക്കിയ ഇവിടെ ബോട്ടിംഗ് ഈ ആഴ്ച ആരംഭിക്കും അടുത്ത നാളെ ആരംഭിക്കും ഇനി അവിടെ ബോട്ടിൽ ആ ബോട്ടിൽ 36 കിലോമീറ്റർ ബോട്ട് യാത്ര ചെയ്താൽ കപ്പായം എന്നൊരു സ്ഥലമുണ്ട് കപ്പായം ശ്രദ്ധിച്ചോ അവിടെ നമ്മുടെ ഏഷ്യയിൽ ഏറ്റവും വലിയ തേക്കുള്ളത് നമ്മൾ പഠിച്ചത് നിലമ്പൂർ തേക്കാണ് ആ തേക്കൽ ഈ തേക്ക വരുന്നത് 2 ആഴ്ച കണ്ടുപിടിച്ചായുള്ളൂ ആദിവാസിയെ കണ്ടുപിടിച്ചതിൻ്റെ ടീൽ വാർത്ത വരും 765 സെൻറ്റിമീറ്റർ വന്നോ 58 മീറ്റർ വേണ്ടി തേക്കിന് അപ്പോൾ നമ്മൾ പോകുന്നില്ല നമുക്ക് അലൗഡില്ല ഫോറസ്റ്റിൽ മാത്രമേ പെർമിഷൻ ഉള്ളൂ നമുക്ക് പോകില്ല 36 മീറ്റർ പോകണം പോകാൻ പറ്റില്ല നിങ്ങൾ ഫോട്ടോ അടിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ കണ്ടൊന്നും ഇല്ല അത് കാണിച്ചിട്ട് അറിഞ്ഞാലുള്ള നിങ്ങൾ ടീൽ വാർത്ത നോക്കിയിട്ട് നോക്കിയാൽ ഈ തേക്കാണ് ലോകത്തല്ല ഏഷ്യയിലെ ഏറ്റവും തേക്കാണ് പോത്തൻ്റെ ഫോട്ടോ അടിച്ചിട്ടോ ലോകത്തില്ലാതെ കേട്ടോ പോത്തൻ്റെ ഫോട്ടോ അടിച്ചിട്ടോ പേപ്പറിൽ വാർത്ത എടുക്കണം ഓർത്തായിരുന്നു ഈ തേക്കാണ് ലോകത്തല്ലാട്ടോ ഏഷ്യയിലെ ഏറ്റവും കേട്ടോ ഇതിൻ്റെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആന ഇഷ്ടംപോലുള്ള ഈ ആനയൊന്നും പേടിക്കുന്നില്ല ഈ ആന വരാൻ പറ്റും നമുക്ക് കാട്ടി കയറുമ്പോൾ ആനയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങളൊരു കാട്ടി കയറി അവിടെ ആനയുടെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും കാററിയാൻ പറ്റും വരാൻ പറഞ്ഞല്ല കേട്ടോ എങ്ങനെ അറിയാൻ പറ്റും ആ ഒരിക്കലും പിണ്ടം നോക്കി പോയത് ചൂരാണ് സ്മെല്ല് അത് നമുക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറം വെച്ച് ആനയുടെ ചൂര സ്മെല്ല് നമുക്ക് കിട്ടും നമ്മുടെ സ്മെല്ല് ആനയ്ക്ക് കിട്ടും ഇവിടെ കൂട്ടിമുട്ടില്ല മാറി മാറി വേണം കാട്ടി കയറാവൂ നിങ്ങൾ ഈ പോണയ്ക്ക് ഓടിച്ചാടി ആന വരില്ല ആന സ്ഥിരമുള്ള റൂട്ടിന് ആനത്താര ആനച്ചാല് അവഴി മാത്രം ആനകൾ ഓടിയാണ് വരില്ല പിന്നെ ഏത് കാടായിക്കോട്ടെ എല്ലാ മൃഗങ്ങളും എല്ലാ റൂൾസ് നിയമങ്ങളും പാലിക്കും അപ്പൊ എല്ലാ നിയമങ്ങളും പാലിക്കും സാധനം ആ കുരങ്ങ് ചാടി ചാടി ഇങ്ങനെ പോകുമ്പോ ഒരാളുടെ കൂട്ടിട്ട് താഴേക്ക് ചാടി പോയാൽ അവനെ ആ ഗ്യാങ്ങിൽ നിന്ന് ഔട്ടാക്കി അവൻ ടെററിസ്റ്റാണ് തീവ്രവാദി എനിക്ക് ഗ്യാങ് ചേർക്കല്ല ചാടത്തി പഴയ്ക്കാൻ പാടില്ല ചാടത്തി പഴച്ചാൽ ഈ കൂട്ടത്തിൽ മാറി പൊക്കോളണം അത് കളി നിയമമാണ് നാട്ടിലൊക്കെ ആണെങ്കിലോ ഒരു കൈക്കൂലി കയറാൻ പറ്റും നടക്കില്ല കേട്ടോ ഇപ്പൊ എല്ലാം പറഞ്ഞു നിയമങ്ങളെ പാലിക്കുന്ന ഏത് കാടുന്നുണ്ട് ഒരു കൈക്കൂലിയും പാടില്ല കേട്ടോ ഇതൊരു മെഡിസിൻട്രിയാണ് ചോരക്കാലി മെഡിസിൻട്രിയാണ് ചോരക്കാലി ഇടിച്ച ചോര താഴേക്ക് ചോരക്കാണ് ചോരയുടെ കറിയാണ് ചോരയല്ല ചോര ഇരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ റെക്കോർഡ് വെച്ചോ ഈ കറി സൂപ്പർ കറി ഒത്തിരി മെഡിസിൻട്രിയാണ് അടിപൊളി കറിയാണ് നിങ്ങൾ നോക്കി കാലിൽ ജാതി ഉണ്ടോ നാട്ടുജാതിയാണ് കാട്ടുജാതിയാണ് അടുത്ത മാസം നമ്മുടെ ജാതിക്ക് പക്ഷേ ജാതിക്ക് മണമില്ല അപ്പോൾ എന്നെ നോക്കി നമ്മുടെ നാട്ടിലെ ജാതി ഈ ജാതി റൂട്ട് കട്ട് ചെയ്യും വേര് കട്ട് ചെയ്ത് ബഡ് ചെയ്യും നമ്മുടെ നാട്ടിൽ ഇത്രയും പോക്ക് നമ്മൾ ജാതി അയക്കാണ്ടുണ്ടോ അത്രയും അങ്ങനെ കൃത്യം കേട്ടോ ഇനി കാലിൽ കണ്ടുമാനം പാമ്പുണ്ട് ഇത് പ്രത്യേകം പറയാൻ വരാൻ പറഞ്ഞതല്ല കാടറയും മാതം പറയാണ് ഒരു പാമ്പാണ് ചുരുട്ട പാമ്പ് കേട്ടോ ചുരുട്ട ഇടണ്ടാവില്ലായിരുന്നു ആണെങ്കിൽ മോള് പാമ്പ് ആണെങ്കിൽ മോള് ഈ പാമ്പിന് പാല് കണ്ണടമ്പള്ള ഈ പാമ്പ് ഇട്ട് ആരും ചാവൂല്ല കാലൊക്കെ വീർത്ത് നീടിയിരിക്കും പണ്ട് കാലത്ത് നമ്മുടെ നായാട്ടുകാർ കാട്ടി കയറുമ്പോൾ ഈ പാമ്പ് കടിച്ച ആളെ മഞ്ചരി കെട്ടിച്ചോക്കും
അതിൻ്റെ മാർഗമൊന്നുമില്ല, വണ്ടി തിരിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല. അതേ നോക്കി ഇതൊരു മെഡിസിൻ സൂക്ഷിച്ചോ ഇല്ലാതെ നോക്കി. ഇതാണ് മടക്കമരം, ആദിവാസി വികസനം വയ്ക്കണം, നോക്കി സൂക്ഷിച്ച് നോക്കി. ഇതാണ് ഒരു മെഡിസിൻ മടക്കമരാണ്, മടക്കാം സൂക്ഷിച്ച് നോക്കണേ. ഇതിനെ തോല് കണ്ടോ, നോക്കില്ലേ, ഈ തോല് ചിന്തി എടുക്കും. അത് കല്ലും കൊണ്ട്, ഇരുമ്പ് തോടിക്കരുത്, കല്ലും കൊണ്ട് അങ്ങ് ഇടിക്കുക. 2 തുള്ളി നീരം കുഴിച്ചാൽ മതി, 5 മിനിറ്റ് നീരും പോവും, വേദനയും പോവും. ഇവിടുത്തെ ആദിവാസി ഉപയോഗിക്കുക. നമ്മൾ കാട്ടിൽ കയറാതെ ശ്രദ്ധിക്കുക. കാട്ടിക്കണ്ട് ചുരുട്ടാന്ന് പാമ്പിന് മാത്രമേ ഈ മരുന്ന് ഉപയോഗിക്കാവുള്ളൂ. നാട്ടിക്കണ്ട് മൂർഖന് ഉപയോഗിക്കരുത്, മരിച്ചു കൂട്ടുമ്പോൾ കേട്ടോ. ഒരു വാ അടുത്ത് പോയാൽ സംസാരിക്കുന്ന അടുത്ത് പറയാം, പറഞ്ഞു വരുവാ. കേടില്ല എന്ന് പറഞ്ഞത് ഊണ് പറഞ്ഞേക്കട്ടെ. മഴക്കുഞ്ചൽ പോലെ തൊട്ടുരുമ്മും തിന്നൽ പോലെ നെഞ്ചിലോരോ പാട്ടുമായി എൻ മുന്നിൽ വന്നതെന്തിനോ എന്നും എന്നുള്ളിൽ തിരിനീട്ടി നിൽക്കുമഴകേ. ആദിവാസി ആയിക്കോട്ടെ, വലിയ ആനക്കൂട്ടം, ഈ ആനയൊക്കെ ഓടി വന്നാൽ നോക്കിയേ, ഈ വേരില്ലേ, ഈ വേരില് ഒരു കമ്പിയും അടിക്കും, ഭയങ്കര ബാസ, അത് ഡ്രം അടിക്കുന്ന സൗണ്ടാണ്. ആന തിരിഞ്ഞ് ഓടിക്കോളും, കമ്പി വേണം, കൈപറ്റില്ല. കാട്ടിൽ കമ്പി ഒന്നും ചോദിക്കാൻ പറ്റില്ല, കല്ലേ പാടുള്ളൂ. കമ്പിയിലേക്ക് ശ്രദ്ധിക്കണോട്ടോ, കൊടുത്തോട്ടോ, ഇതോട്ടോ. പറയാറില്ല, ചോദ്യം മനസ്സിലറിഞ്ഞു പോകില്ല. ഇങ്ങോട്ട് ഓടി വരുമോ? കാട്ടില് ആന കുത്താത്ത 2 മരമുണ്ട്. പറയാം, കാട്ടിലൊരു ആന കുത്തി 2 മരമുള്ളൂ. ഒന്ന് ഈന്ത്, ഒന്ന് ഈന്ത്, അതിന് കുത്തി 2-ാമത്തെ ചിരി. 2 മരത്തിൽ കുത്തി കൊമ്പൂരില്ല, കൊമ്പ് ജാമാവും. ടീച്ചേഴ്സിന്റെ കൂടെ, ടീച്ചർമാരുടെ ഉണ്ടോ? നോക്കിയേ, ഞാൻ പറയാം, തോന്നരുത് കേട്ടോ, കളിയാക്കി തോന്നരുത്. സംശയങ്ങൾ ഒത്തിരി കൂടുതൽ വർക്കാവുമ്പോ ഒരു 40 ടീച്ചേഴ്സ് കഴിഞ്ഞ ദിവസം ടീച്ചർ ചോദിച്ചു, റോയി പറഞ്ഞ് ഇഷ്ടപ്പെട്ട സംശയം, ഈ ആനയ്ക്ക് എങ്ങനെ മനസ്സിലായിടൂ ഇത് കുത്തിയ കൊമ്പൂരില്ല? ആര് പറഞ്ഞു? ആനോട് സൂപ്പർ ചോദ്യമല്ലേ? നോക്കിയേ, ടീച്ചർ താറാവിന്റെ മുട്ടയടക്കി, ഇത് കോഴിക്ക് അടവെക്ക്, ഈ കുഞ്ഞ് വിരിഞ്ഞ വേഗം പോയി വെള്ളത്തിൽ ചാടും. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല, ജനിതമായുള്ള DNA എന്ന് പറയും. പോരെ വാ, ഓപ്ഷൻ നാട്ടിൽ കിട്ടില്ല. ഇവിടെ കൊച്ചിൽ ചോദിക്കുന്ന പൈസയായി, അത് ഭാവിക്ക് കൂടുതൽ കുറയില്ല. ആഞ്ഞ് വലിച്ച സൂപ്പർ ഓപ്ഷനാണ്. പിന്നെ കണ്ടമാനം ആഞ്ഞ് ഒരു ശ്വാസം പിടിച്ചാൽ പതുക്കെ ഒരു ശ്രദ്ധിക്കുക. ഒത്തിരി പഴങ്ങളുടെ സീസൺ വരാൻ ഇഷ്ടം, പഴം ഉണ്ടാകാൻ പോകണം. കറിയാം, കാരണം പഴങ്ങളുടെ സീസൺ വരാൻ പോകണം. മുട്ടിപ്പഴം, കാരപ്പഴം, വെട്ടിപ്പഴം, ഓടപ്പഴം, തൈര് ഒക്കെ ഉണ്ടായി കുടിക്കുകയാണ്. പിന്നെ വലിയ അടുത്ത ദിവസം പഴുക്കോളൂ. നോക്കണേ, കാട്ടും മുന്തിരിയാണ് മുട്ടിപ്പഴം. നിങ്ങൾ എല്ലാ വീട്ടിലും കിട്ടും. നിങ്ങളെ മര നോക്കി സൂക്ഷിച്ചു, നിങ്ങളെ മര കിടന്ന് താഴേക്ക് ഒരു കൊല്ലിൽ 45-50 വരെ ഉണ്ടാവും. ഈ മുട്ടുവഴിയാണ് മുട്ടിപ്പഴം, മുട്ടുവഴി ഉണ്ടാവുള്ളൂ. പഴുത്തി നോക്കാം, സംസാരിക്കില്ലേ, ഒരു കൊല്ലിൽ 45-50 ഉണ്ടാവും. മാത്രമല്ല പഴുത്തി റോസ് നിറാവും. 90 ആൾക്കാർ അച്ചാറിന്റെ നാരങ്ങ അച്ചാറില്ലേ, ഉള്ളിൽ 3 അല്ലെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ കഴിക്കുന്ന സൂപ്പർ മധുരമാണ്. പഴുത്തി കട്ട പൊടിയാണ്. അപ്പൊ അതില്ലാത്തതുകൊണ്ട് അടുത്ത മാസം എടുക്കുള്ളൂ. ഞാൻ ഫോട്ടോ അടിച്ചിട്ട് കഴിച്ച് നിങ്ങൾ വീട്ടിൽ കിട്ടും. നല്ല വീട്ടിൽ കേട്ടോ. ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട്. ഈ 3 പറ്റി അടങ്ങുന്നൊക്കെ പറഞ്ഞാൽ
പൂത്തോട്ടി കണ്ടോ അങ്ങനെ പൂത്തോണ്ടോ ഇവർ നിറച്ചിട്ടുണ്ടോ ഇതുപോലെ കൊല്ലത്തിൽ നിറച്ചിട്ടുണ്ടോ വായിക്കായ കിട്ടും ഞാൻ ഫോട്ടോ എടുത്ത് മറ്റുന്നില്ല അതേമാതിരി വൈറ്റ് കണ്ടോ അവിടെ ഫോട്ടോ ആ വൈറ്റ് അവിടെ ഫോട്ടോ അതിനെ നോക്കി ഈ കാലിന് പഴയ പറിച്ച് തിന്നെ വിൽക്കാൻ കൊണ്ട് സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ സംഭവം കേട്ടോ കുറച്ച് സമ്മതിക്കില്ല പിന്നെ ഇപ്പോൾ അത് പിഞ്ചാണ് ഇപ്പോൾ അഡ്വാൻസ് കേട്ടോ ഒന്നുകൊണ്ട് ധൈര്യപ്പെടണം എന്ന് നോക്കണേ സംസാരിക്കില്ല നോക്ക് ഞാൻ ആദ്യം പറഞ്ഞു കാട്ടിൽ നോക്കി സാറേ സാറേ ഇവിടെ നോക്കാവോ കാട്ടില് മരങ്ങളത്തിന് മരമാണ് ചേല ആ ചേല പാല് തിന്നാണ്ടോ അടിയിലായിരുന്നു വളച്ച് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു നോക്ക് തിന്ന് തീർച്ചയാണ് യെസ് നോക്ക് മുകളിലേക്ക് വെക്കാം ശരിയാണോ നോക്കി ഇല്ലാന്ന് പറഞ്ഞു നോക്കാം ശരിയാണോ ഇല്ലാന്ന് പറഞ്ഞു ശരിയാണോ നോക്ക് ശരിയാണോ രണ്ടിലും മരുതാണ് ആ മരുന്ന് ചേല തിന്നു കഴിഞ്ഞു ചേല വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആ മരുന്ന് ഉണങ്ങി ഒടിഞ്ഞെടുക്കാണ്ടോ നീ വലിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് വലിക്കാനുണ്ടോ നിങ്ങൾ നോക്ക് വലിക്കാനുണ്ടോ പണ്ടൊരു പാടാൻ അവർക്കുണ്ടോ നീ കോ ഞാൻ ചാ പോരെ നിന്നെയും കൂടി ഞാൻ കല്ലും ചെറിയ ഒന്ന് ഉറവ് കൂടിപ്പോയി ഈ പ്രാവശ്യം നിൽക്കുന്ന സാർ റേഞ്ചർ താത്ത താത്തും അത് വെള്ളം വരും ഇത്രയും വലിയ കഥ ഞാൻ പറയാൻ ഒരു സൂപ്പർ കഥ ഈ ഉറയിക്കണ്ട് നോക്കി വെച്ചാൽ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ അല്ല കഥ പറയുന്ന ഞാൻ തന്നെയാണ് ഇവിടെ സ്പീഡിൽ പൊക്കോളൂ നമുക്ക് പോണം സിനിമയിൽ അഭിനയിക്കുന്ന പിടിച്ചോണ്ടിരിക്കുകയാണ് അതിന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും ഞാൻ പറഞ്ഞോടത്ത് വലിച്ചു ആഞ്ഞ് വലിച്ചു നിങ്ങൾ വലിച്ചാർന്ന് വിളിച്ചു അപ്പുറത്ത് വലിക്കാൻ പറഞ്ഞ് വലിച്ചാർന്ന് ആഞ്ഞ് ഓക്സിജൻ പറഞ്ഞില്ലേ എനിക്ക് അവിടെ മാത്രമല്ല ഓക്സിജൻ ഇതൊക്കെ ഓക്സിജൻ ഉണ്ട് ഞാൻ പറഞ്ഞ ഉദ്ദേശം പേര് നിങ്ങളാരും പറഞ്ഞു കേട്ടില്ല മിണ്ടാൻ പോയില്ല നിങ്ങൾ ശരിക്കും ആഞ്ഞ് വലിച്ചവരുണ്ട് അവിടെ വലിച്ചൊരു കുള്ളത്ത് മിനിറ്റ് ഒരു ബാറ്റ് മിനിറ്റ് ആണെങ്കിലും ശ്രദ്ധിച്ചാണല്ലോ അവിടെ ആനച്ചൂരിന്റെ കട്ട ആനച്ചൂരാ വലിക്കാൻ പറഞ്ഞേ ഈ ആനച്ചൂര് കിട്ടാൻ കാരണം നോക്കണേ ആന വരാൻ പറഞ്ഞല്ല തൊട്ടുമുള്ളില് ആനത്താരയാണ് രാവിലെ രാത്രി ആന പോയാലും ആ സ്മെല്ല് ആ ഭാഗത്ത് കിട്ടും വന്നവർക്ക് ചോദിക്കും പറയാൻ മേടിക്കുന്ന ആനയ്ക്ക് സന്ധ്യ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല നമ്മുടെ സ്മെല്ല് അടിച്ച് ആന മാറിപ്പോളൂ ഇനി അഥവാ എങ്ങാനും ആന ഓടി വന്നാൽ ശ്രദ്ധിക്കുക അഥവാ ആന ഓടി വന്നാൽ കേരും ടിക്കറ്റ് പാസത്തില്ലേ ആ കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് പാസ് കൗണ്ടർ ഉണ്ടല്ലേ ആ ഞാൻ അവിടെ കണ്ടേക്കാം കേട്ടോ സംസാരിക്കില്ലേ 800 മുതൽ 1202 വരെ ഈ കാലഘട്ടം നമ്മുടെ ചേരന്മാരി ഭാഗത്ത് നടന്നു അവരുടെ കാലത്ത് അവരുടെ ആയുധങ്ങൾ ആരെയും കാണാതെ എന്നെ പോലെ ഒരാൾക്ക് കേട്ടിട്ട് മാത്രം എനിക്ക് കന്നിരിക്കുന്നുണ്ടോ ഒന്നുമല്ല നിങ്ങൾ നോക്കി ഒരു 15 മിനിറ്റ് നോക്കിയാണ് കൊത്തിന്റെ ഒരുപാട് ഏറോളം ചോദിച്ചു ഏറോളം കാണിച്ചില്ല കാണിച്ചിരും കൊണ്ടുവരും അപ്പൊ നിങ്ങൾ തിരിച്ചിരുമ്പോ കണ്ടാ പോരെ കൊണ്ടുപോയി കണ്ട് തിരിച്ചു കാണാൻ പറ്റില്ല അവിടെ തൊട്ട് പോളെ ഡാമായി അവിടെ കഥ പറഞ്ഞ് തിരിച്ചിരുമ്പോ കാണാൻ പറ്റുന്നവർ കാണിച്ചിട്ട് നടന്നു ചെയ്യാം അപ്പോൾ പോലും വെച്ചിട്ട് വരും കാണാൻ പറ്റുന്ന എല്ലാവരും ഫോട്ടോ കേട്ടോ ഒരു ബാബ
അല്ല വേറെ പദമുണ്ട് പറഞ്ഞോളൂ. ഒരുപാട് അമ്മായിയുടെ മകനാണ്. പാണ്ഡവന്മാര് വന്നിരുന്ന വെള്ളം ഫില്ലാകും. വേനൽക്കാലത്ത് അവിടെ പറ്റുമെന്ന് പുള്ളി പറഞ്ഞില്ലേ? വേനൽക്കാലത്ത് അവിടെ വെള്ളം പറ്റുമോ? എന്തിനാണോ വന്നേ? ഇവിടെ നോക്കാൻ ഇവിടെ മരം കാണാൻ വന്നല്ല കേട്ടോ. ഒരു ഡാം കാണാൻ വന്ന് ഓടി അണക്കരിക്കും മരം പറഞ്ഞു. പിന്നെയും പറയാൻ ഓടി അണക്കരിക്കാൻ പറഞ്ഞ് മരം പറഞ്ഞു ഡാമിലേക്ക് ശിവന്റെ ബോധം ഡാമിലേക്ക് എത്തിക്കഴിഞ്ഞു സൂക്ഷിച്ചു നോക്കി എന്നെ നോക്ക് സംസാരിക്കണം നോക്ക്. ശിവന്റെ ബോധം ഓരോ കല്ലിൽ കെട്ടി പോയി അങ്ങോട്ട് നോക്കിയിട്ട് എന്നാ അങ്ങോട്ട് നോക്കിയിട്ടാണ് പറയാം എന്നോട് കണ്ടേ ഗ്യാപ്പ് പാറ കണ്ടോ? ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് വെള്ളമാണോ? ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് വെള്ളമാണോ? നോക്കി എല്ലാവരും നോക്കി നോക്കുക. എല്ലാവരും കണ്ടാ ഗ്യാപ്പ് ഈ വെള്ളമുള്ള ഗ്യാപ്പാണോ? എല്ലാവരും കണ്ടോ? കൊണ്ട് ഒരു വെള്ളം കൊണ്ട് സൈഡിൽ നോക്കി നോക്കും. ഇതേ സൈഡിൽ കൊണ്ട് പോകുന്നത് എങ്ങനെ കണ്ടോ? അവിടെ പോകണ്ടോ? എല്ലാം കണ്ടോ സാറേ? കണ്ടോ? ഇനി നോക്കാം. 252 മീറ്റർ വീതിയാണ് പെരിയാറിന് മുകളിലേക്ക് ഇരിക്കുന്ന പണി. അപ്പോൾ ശ്രദ്ധ നോക്കി വെള്ളം ഒഴുകാണ്ടോ? വെള്ളം ഒഴിയാനുണ്ടോ? നോക്കി അപ്പോൾ വെള്ളത്തിൽ പാർമത്ത് മുങ്ങിപ്പോവും. അപ്പോൾ അത്രയും വീതികൾ പെരിയാറ് നോക്കണേ. വെള്ളപ്പൊക്കെ ഒഴിച്ച് ബാക്കി എന്ത് വലിയ വെള്ളം വന്നാലും അത് ഇങ്ങോട്ട് ഒഴുകാറില്ല. അത് വടിഞ്ഞു വലിഞ്ഞ് ആ ഗ്യാപ്പ് വഴി മാത്രമേ പോവുള്ളൂ. എങ്കിൽ ആ ഒറ്റ ഗ്യാപ്പ് നിങ്ങൾ താഴെ കാണണേ. ആലുവ പുഴ, നിങ്ങൾ ആലുവ, കാരടിപ്പുഴ, കാരടി, മാളരിപ്പുഴ ഒക്കെ ഗ്യാപ്പ്. അത്രയും വലിയ ആലുവപ്പുഴ ആ ഗ്യാപ്പിന് മാത്രം പോകുമ്പോൾ ആ ഗ്യാപ്പിന്റെ ഡീപ്പെടുത്ത് താഴ്ചകൾ ആലോചിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുകയാണ്. ആരും സൂയിസൈഡ്. ഈ ആത്മഹത്യക്ക് തന്നെയല്ല, ഈ ചെറുപ്പക്കാർ ഒരു 2 കഴിക്കും, അത് പുലിയായിട്ട് മാറും. ആ പിന്നെ ഈ പുഴ രണ്ടും ഞങ്ങളുടെ അടുത്തുണ്ട്. അടി കണ്ടവർ ആരുമില്ല. കണ്ടൊരു 9 ഭാഗത്തൊക്കെ ചേച്ചിമാർ കണ്ടോളൂ. ഇവിടെ നോക്കിയാൽ നിർത്തല്ല ചേച്ചി ഞാനൊരു കഥ പറയാം. കഥ വന്നാലും മനസ്സിലാവില്ല. കഥ പറയാൻ മനസ്സിലാവും. അപ്പൊ നിങ്ങളൊരു പാറയിരിക്കാവോ? ഈ പാറയിരിക്കാതെ ചിറ കെട്ടുക. നോക്കി ഓരോ കല്ലുകളാണോ? ഒറ്റ പാറയില്ല, ഓരോ കർഷകൻ പാറ ഉണ്ടോ? ഈ ഓരോ കല്ല് കെട്ടി പോയി അക്കരയും ഇക്കരയും കെട്ടി ആ കാണുന്ന ഗ്യാപ്പോടെ മൂടിക്കഴിഞ്ഞാൽ നോക്കി കിട്ടോ വെള്ളം ഇങ്ങനെ പൊങ്ങും. വെള്ളം മുങ്ങിയാൽ ഭഗവാൻ എനിക്ക് തൃക്കാര് വെള്ളം കയറി മുങ്ങും. താമസയ്ക്ക് അവസാനിച്ച് കൈലാസിക്കാൽ പൊക്കോളും എന്നാണ് ഭൂതങ്ങൾ കരുതിയത്. അവർ കെട്ടാൻ തീരുമാനിച്ചു. കെട്ടുന്നതിന് പ്രത്യേകത രാത്രി മാത്രമേ അവർക്ക് പവർ ശക്തിയുള്ളൂ, പകൽ ശക്തിയില്ല. രാത്രി ഭൂതങ്ങൾ ഒരു കല്ല് കെട്ടി പോയി അക്കരയും ഇക്കരയും കെട്ടി ആ കാണുന്ന ഗ്യാപ്പ് മുറിലേക്ക് മുമ്പ് തന്നെ കാര്യം നമ്മുടെ ദേവിയോട് ദേഷ്യപ്പെട്ടേക്ക് പോന്നേക്കണേ. എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഭഗവാൻ ദൈവദൃഷ്ടി കൈലാസേക്ക് നോക്കി. കണ്ട കാഴ്ച തന്നെ ദേവി ഭൂതങ്ങളെ വെച്ചിരിക്കുന്നു. ഭൂതങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്യാപ്പോടെ കെട്ടിയാൽ അദ്ദേഹം എനിക്ക് തെറുക്കാര് വെള്ളം കയറി മുങ്ങും. അത് മനസ്സിലാക്കിയ ഭഗവാൻ ഇവിടെ തന്നെ ഷേപ്പ് മാറി, രൂപം മാറി. ഇതൊരു കോഴിയായിട്ട് കോഴിപ്പൂനായിട്ടൊന്ന് കൂവി. സാധാരണ കോഴി കൂവി എന്ത് സംഭവിക്കും? നേരം വെളുത്താലോ പറയാൻ പറ്റും, ശക്തി പോയി. അപ്പൊ കോഴി കൂവി നേരം വിൽക്കാറായി, നമ്മുടെ ശക്തി ക്ഷയിക്കാറായി. നമുക്ക് ഈ പണിയുടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഭൂതങ്ങളെല്ലാം കൂടി പരിപാടി അവിടെ അവസാനിപ്പിക്കുന്നു. അവർ മടങ്ങിപ്പോകുന്നു.
അങ്ങനെ ശരിക്കും ഭൂതത്തന്മാരെ കെട്ടുകഴിഞ്ഞാൽ ഭൂതത്താൻ കെട്ട് എന്ന് പേടുന്ന കഥ പറയുന്നത് കഥയാണ്. ചോദ്യം പാടില്ല, നിങ്ങളാരും ചോദിച്ചില്ല, പക്ഷെ കോളേജിൽ മിക്കല്ലാരും ചോദിക്കും ചേട്ടാ സംഭവിച്ചു. അതിന് പിറ്റേ ദിവസം കിടക്കുന്ന സ്ട്രൈക്ക് ആണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചോദിച്ചത് കഥയാണ് ചോദ്യമില്ല. ചരിത്രം പറഞ്ഞു ചോദിച്ചിരിക്കുക. അതിന് നോക്കി ഞങ്ങൾ ചരിത്രം പറഞ്ഞോട്ടെ വന്നൊരിക്കൽ ഒത്തിരി പേടിച്ചു. ആന പറഞ്ഞു ആനകളിൽ ഓടിക്കുന്ന ഒരു ആനയുണ്ട്, അറിയാമോ? കൊമ്പനോ പിടിയോ ഒറ്റയാൻ ഓടിക്കില്ല, ഓടിക്കുന്ന ഒരേ ആന സിനിമ ഉണ്ട്, ശാന്തകൂട്ട്, ദിലീപിന് ശാന്തകൂട്ടം ഉണ്ടോ? ഇവിടെ റോൾ എന്താ? ആണും പെണ്ണും കെട്ടവൻ. മനസ്സിലായി അങ്ങോട്ടാണ് എന്തുടിക്കണം എന്താണേ മനസ്സിൽ ചെയ്യേണ്ടി ആനൊരു മോഴ വരും. മോഴ നോക്കണേ, 2-3 സിൽവർ പാട്ട് മോഴയുണ്ട്. ഈ മോഴന്റെ കൊമ്പൻ ഗ്യാങ്ങിൽ ചേർക്കില്ല, ഈ പിടിയായിട്ട് സമ്പർക്കം പാടില്ല. ഗ്യാങ്ങിന് ഒരു തല്ലി ഓടിക്കും, ഭയങ്കര വാശിക്കാരൻ അവിടെ ഗ്യാങ്ങിന് മാറിയിരിക്കും. ഇവിടെ സൗണ്ട് ഇട്ട് ഓടിക്കുക, അതാ കാട്ടിക്കിടുമ്പോൾ കൂവല്ലേ ഒച്ച വെക്കൽ പറയാൻ കാരണം. ഒരു സെറ്റ് ആനക്കുട്ടി ഇവിടെ കൊണ്ടു. നാളെ നേരം വിളിച്ച ആന ഇവിടെ പോയി കൂടി 10-40 കിലോമീറ്റർ നടക്കുക. അത് മൊത്തം തീറ്റയാണ്. 15 ചാലും മാരിക്കും പൊടിയൊക്കെ മേത്തേക്ക് മാറ്റി. എങ്ങനെ ആന ഉറക്കം? ഇനി ആന ഉറങ്ങ എങ്ങനെയാ? വലിയ വരച്ചോട് ചാരിക്കും നോക്കണേ, തുമ്പിക്ക് വാരിക്കും നോക്കണേ. നല്ല ഉറക്കാകുമ്പോൾ കാലെടുക്കും, ഈ കാല് മാന്തി കുടിക്കും, നല്ല ഉറക്കത്തിൽ കേട്ടോ. ഇനി ആന അടിച്ചു വിളിച്ച് ആന പോകുമ്പോൾ 2 സംഗതികളുടെ മാത്രം ആന റൂട്ടൊന്ന് മാറ്റും. ഒന്നാണ് കിങ് കോബ്ര രാജവെമ്പാല. ഈ ഭാഗത്ത് ഇഷ്ടം പോലെയാണ്. കൊല്ലാൻ പാടില്ലാക്കുന്ന ഫോറസ്റ്റ് കേസ് പേടിക്കാൻ നമ്മൾ നോക്കാൻ വരില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു പേപ്പറിലോ ഒരു ചാനലിലോ രാജവെമ്പാല കടിച്ച് മരിച്ചു എന്ന് വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ കടിക്കാത്തതിന് വിഷമില്ലെന്നോ? ഒരു രാജകുമാരിക്ക് 3 ആനയും 9 ആളെയും ഒറ്റ കുത്തിനും മറിക്കും. ഞാൻ 436 ഗ്രാം വിഷം പല്ലിയും പുള്ളി. പക്ഷെ അങ്ങനെ കൊത്തന പാമ്പല്ല, അവിടെ സൈഡ് വളരെ വയസ്സ് വളരെ ബുദ്ധിമാന പാമ്പ് കണ്ടുണ്ടാവും. ടി വിയിൽ നോക്കി ആളുകൾ വാലയൊക്കെ തിരിച്ച് കണ്ടുണ്ടാവും. ഇതിനെ കണ്ടാൽ ആന റൂട്ട് മാറ്റും. പിന്നെ ഒരു മരമാണ് കട്ടംപ്ലാവ്. കടപ്ലാവല്ല, കട്ടംപ്ലാവ്. ഭയങ്കര ചൊറിച്ചില ആനയ്ക്ക്. അത്രയും കട്ടിൽ ആനയ്ക്ക് ചൊറിച്ചാണ് നമ്മുടെ അവസരം പോലെ. ഈ 2 സംഖ്യ ഒഴിച്ച് ആന അടിച്ചൊളിച്ച ആനവും. പിന്നെ ആനയ്ക്ക് മാത്രം പ്രത്യേകത, നാട്ടിലായിക്കോട്ടെ കാട്ടിലായിക്കോട്ടെ ആനയ്ക്ക് സ്ട്രേറ്റ് നേരെ കാണാവുള്ളൂ. നാട്ടിൽ ഏതെങ്കിലും ഒരു ആനനെ കുഴിഞ്ഞു വേണ്ടോ? ഒരു വാട്സാപ്പിൽ ഉണ്ട് പാപ്പാനെ കുത്തിക്കൊല്ലണത്. ഈ കുത്തിക്കൊല്ലുമ്പോൾ പാപ്പാൻ ചിലപ്പോൾ കൊമ്പിന്റെ ഇടയ്ക്ക് ആനയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല. എബൌട്ട് ഉദ്ദേശം എവിടെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാരിയിട്ട് കുത്തമ്പളി കാണാം. എന്നിട്ട് കൊമ്പയൊക്കെ അവർക്ക് കാണാം, താഴേക്ക് നോട്ടങ്ങളില്ല. ഇവർ കൂടി ചേച്ചിമാരായിരുന്നു. ചേച്ചിമാരുണ്ട്. ചേച്ചി പറഞ്ഞു റോയി ശംശയിൽ പറഞ്ഞ കൃഷ്ണറുണ്ട്. രാത്രി ആന പോകുന്ന പറഞ്ഞു കാണാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചു. എന്തോ ഒരു കുറ്റി എടുക്കാറില്ല, അനവധി കുറ്റിയുള്ള കാട്ടില്ല. ഈ ആന കുറ്റിയൊക്കെ കയറ്റിവിട്ടില്ലേ? ഈ താഴെ കാണുന്ന കുറ്റികൾ ഒഴിവാക്കുള്ളൂ. ചേച്ചി കാട്ടിക്കയറുന്ന നാട്ടിൽ ചെല്ലുക. ഏതെങ്കിലും ഒരാന കൊമ്പനോ പിടിയായിക്കോട്ടെ, നാട്ടിൽ ഏതെങ്കിലും ഒരാന ഇങ്ങനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നോക്കിയോ ആന മുമ്പേ കാലിങ്ങനെ ഒരയ്ക്കാനോ? ശരിയാണോ? നരസന്മാർ കാലൊടിച്ച് ഒരു ആനയും കാല് പൊക്കൂല കേട്ടോ. ഈ കാട്ടിൽ ആനക്കാരുടെ ലീഡർ ആരാ? പാപ്പ നാട്ടില് കൊടുക്കൽ ലീഡറുണ്ട്, അല്ല കുരങ്ങിന് ലീഡറുണ്ട്. ഓർമ്മകൾ മരിക്കുമോ? ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ 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 പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ
കടലിന്റെ പുന്നാര മണവാട്ടി 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായി പുഴയൊരു മണവാട്ടി. കിഴക്കൻ മലയുടെ മോളാണ്, കിലുകില ചിരിക്കണ പെണ്ണാണ്. കിഴക്കൻ മലയുടെ മോളാണ്, കിലുകില ചിരിക്കണ പെണ്ണാണ്. മിടുക്കി പെണ്ണിനെ കൈകളിൽ അണിയാൻ മിസരി പൊന്നിന്റെ വളയാണ്. മിടുക്കി പെണ്ണിനെ കൈകളിൽ അണിയാൻ മിസരി പൊന്നിന്റെ വളയാണ്. കല്ലായി പുഴയൊരു മണവാട്ടി കടലിന്റെ പുന്നാര മണവാട്ടി. 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായി പുഴയൊരു മണവാട്ടി. മണവാട്ടി പെണ്ണിനെ ഞൊറിഞ്ഞൊടുക്കാം മാനത്തിൻ ഇറങ്ങിയ പട്ടാണ്. മണവാട്ടി പെണ്ണിനെ ഞൊറിഞ്ഞൊടുക്കാം മാനത്തിൻ ഇറങ്ങിയ പട്ടാണ്. പകലുരാവും പെണ്ണിന്റെ ചുണ്ടത്ത് ബദറുൽ മുനീറിന്റെ പാട്ടാണ്. പകലുരാവും പെണ്ണിന്റെ ചുണ്ടത്ത് ബദറുൽ മുനീറിന്റെ പാട്ടാണ്. കല്ലായി പുഴയൊരു മണവാട്ടി കടലിന്റെ പുന്നാര മണവാട്ടി. 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായി പുഴയൊരു മണ. ഓലഞ്ഞാലി കിളിയുടെ കൂട്ടിൽ ഒരു വിരുന്ന്. ഓലഞ്ഞാലി കിളിയുടെ കൂട്ടിൽ ഒരു വിരുന്ന്. വിരുന്നിന് പോകാൻ ഇതുവഴി വായോ ഓമനത്തിങ്കളേ. വിരുന്നിന് പോകാൻ ഇതുവഴി വായോ ഓമനത്തിങ്കളേ. മുത്തും മൂടിപ്പൊന്നും ചൂടി തത്തമ്മ പെണ്ണൊരുങ്ങി. മുത്തും മൂടിപ്പൊന്നും ചൂടി
തത്തമ്മ പെണ്ണൊരുങ്ങി മരം കൊത്തി കിളവികൾ മുറുക്കാൻ ചതച്ചും കൊണ്ടടക്കം പറഞ്ഞിറങ്ങി അടക്കം പറഞ്ഞിറങ്ങി ഓലഞ്ഞാലിൽ കിളിയുടെ കൂട്ടിൽ ഒരു വിരുന്ന് വിരുന്നിനു പോകാൻ ഇതുവഴി വായോ ഓമനത്തിങ്കളേ. സ്വപ്നം നിറം കൊണ്ടു മൂടി മയിൽപീലി കണ്ണിണയിൽ സ്വപ്നം നിറം കൊണ്ടു മൂടി മയിൽപീലി കണ്ണിണയിൽ മഷിത്തണ്ടും വളത്തുണ്ടും മനസ്സിൻ മണിച്ചെപ്പിൽ നിറച്ചും കൊണ്ടുറങ്ങുറങ്ങ് നിറച്ചും കൊണ്ടുറങ്ങുറങ്ങ്. എന്റെ മനസ്സൊരു പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് എന്നും പൂക്കുന്ന കിങ്ങിണിക്കൊമ്പിലെ പൊന്നൂഞ്ഞാല്. എന്റെ മനസ്സൊരു പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് എന്നും പൂക്കുന്ന കിങ്ങിണിക്കൊമ്പിലെ പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല്. ഈ പൊന്നൂഞ്ഞാൽ പടിയിൽ ഈ പൂവിളി തൻ തിരയിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ പൂവിളി തൻ തിരയിൽ ആടിവാ 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 ആതിരപ്പൊൻ പുലരി തിരുവാതിരപ്പൊൻ പുലരി പോലെ ആരോമനാളേ ആരോമനാളേ. എന്റെ മനസ്സൊരു പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് എന്നും പൂക്കുന്ന കിങ്ങിണിക്കൊമ്പിലെ പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല്. കൈകൊട്ടിക്കളി താളം ചൂടി വന്നു ധനുമാസം കസ്തൂരിത്തേൻ മാവു തിരളുന്ന പൊന്നും ധനുമാസം. കൈകൊട്ടിക്കളി താളം ചൂടി വന്നു ധനുമാസം കസ്തൂരിത്തേൻ മാവു തിരളുന്ന പൊന്നും ധനുമാസം. പുഴനെയ്യും ഞൊറിമുണ്ടാൽ നിറഞ്ഞ മാറു മറച്ചും പുഴനെയ്യും ഞൊറിമുണ്ടാൽ നിറഞ്ഞ മാറു മറച്ചും
മുങ്ങിത്തുടിച്ചും നീന്തിക്കുളിച്ചും എന്നു നീ കൊണ്ടാടും പുത്തൻ തിരുവാതിര നിന്റെ പൂത്തിരുവാതിര.